ഗൈസ് വെൽക്കം ബാക്ക് ടു നാച്ചുറൽ ഫുഡിൻ്റെ മറ്റൊരു വീഡിയോയുമായി. ഗൈസ് നമ്മളിന്ന് കറി വെച്ച് കൂട്ടാൻ പോകുന്ന മഞ്ഞാങ്കണ്ണി ചീരയാണ്. ഈ ചീരയുടെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിനൊക്കെ നല്ല കാഴ്ച കിട്ടും ഗൈസ്. കണ്ണിനൊക്കെ നല്ല കാഴ്ച തരും. ഇതാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത് ഗൈസ്. ഈ ചീര നമ്മൾ നല്ലപോലെ വെട്ടിയെടുത്ത് ക്ലീൻ ചെയ്തിട്ട് കറി വെക്കാം. അപ്പം അതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് അതിനു മുമ്പ് എൻ്റെ കുളത്തിലുണ്ടായ മഴവെള്ള സംഭരണത്തിലുണ്ടായ കുറേ മീനുകളാണ് കണ്ടത്. ഗപ്പിയാണ് ഗൈസ്, നല്ല സൂപ്പർ ഗപ്പി. ടാങ്കൊക്കെ ക്ലീൻ ആക്കണം ഗൈസ്, കുറേ വർഷങ്ങളായി കിടക്കണം ഇങ്ങനെ. അപ്പോൾ ഗൈസ് ഇഷ്ടംപോലെ ഉണ്ട് കുഞ്ഞുങ്ങൾ ഗപ്പിയുടെ, പെരുകിയിരിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചീര. ഇത് നല്ലപോലെ എന്നിട്ടാ കണ്ണിനൊക്കെ നല്ല കാഴ്ച കിട്ടും ഗൈസ്. പിന്നെ തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി അല്ല, സവാള, വേപ്പല, പച്ചമുളക്. അപ്പോൾ ഗൈസ് നമ്മുടെ ഷെഫാണിത്. ഗൈസ് നമുക്ക് തുടങ്ങാം. കത്തിച്ച് കുറച്ച് നേരം ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. പൊന്നാങ്കണ്ണി ചീരയാണ് ഗൈസ്, കണ്ണിനൊക്കെ നല്ല കാഴ്ച കിട്ടും. അപ്പോൾ ഗൈസ് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവണ വരെ വെയിറ്റ് ചെയ്യുക ഗൈസ്. അതൊക്കെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. സവാള ഇടുക, വേപ്പിലിടുക, പച്ചമുളക് നമ്മൾ പിന്നീടൊന്ന് വയ്ക്കുന്നു. നല്ല രീതി ശരിയാവുന്നു. ആദ്യം ഇത് നമ്മൾ നല്ലപോലെ വാട്ടിയെടുക്കുക. ഗൈസ് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അഞ്ച് മിനിറ്റ് നേരത്ത് നിർത്താണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക നല്ലപോലെ. തീ കൂട്ടിയിട്ട് ഇളക്കാം. ഈ ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഗൈസ്. ആ പച്ചമുളക്, വേപ്പില ഇട്ടുകൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, വീട്ടിലുണ്ടായ മഞ്ഞപ്പൊടി. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഗൈസ്. ലേശം 1 ടീസ്പൂൺ മുളക് പൊടി. ഇതൊക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഗൈസ്. ഗൈസ് ഇതുപോലത്തെ കളർ കിട്ടണം. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലത്തെ കളർ കിട്ടണം. ഗൈസ് ഇനി നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക, ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി അത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല മസാലയുടെ മണം വന്നു തുടങ്ങുന്നുണ്ട് ഗൈസ്. അടിപൊളിയായിട്ട് കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ചെറിയ രീതിയിൽ ഫ്ലെയിം
കുറച്ചിട്ടിട്ടാണ് ചെയ്യാൻ. കരിയാൻ പാടില്ല ഗൈസ്, ഒരുപാട് കരിയാൻ പാടില്ല. ഗൈസ് നമ്മൾ നല്ലപോലെ വാട്ടിയിടുക. ഗൈസ് നമ്മുടെ മെയിൻ സാധനം ഇട്ട് കൊടുക്കുക. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ഗൈസ് വീണ്ടും ഉപ്പിടുക. ഉപ്പിടാം, 1 ടീസ്പൂൺ ഉപ്പിടാം ഗൈസ്. വീണ്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം ഗൈസ്. ഗൈസ് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഇത്രയൊക്കെ ഒരു രീതിയിലെത്തണം ഗൈസ്. ഇനി നമ്മൾ കുറച്ച് നേരത്തേക്ക് മൂടി ഇങ്ങനെ വെക്കാം. ചെറിയ തീരിടുക, എന്നിട്ട് മൂടി വെക്കാം ഗൈസ്. 5 മിനിറ്റത്തേക്ക് നമ്മളിങ്ങനെ മൂടി വെച്ചിരിക്കാം ഗൈസ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൂടി കൊടുക്കണം. ഗൈസ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഇവിടെ റെഡി. അസല് സാധനം ഗൈസ്. കണ്ട ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ബെസ്റ്റ് സാധനം ഗൈസ്. കണ്ണിനൊക്കെ നല്ല കാഴ്ച കിട്ടുമെന്നൊക്കെയാണ് പറയണത്. ഹെൽത്തിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പൊന്നാങ്കണ്ണി ചീര നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേന്. നല്ല ചൂടുണ്ട് ഗൈസ്, നല്ല ചൂടുണ്ട് ഗൈസ്. കിടിലൻ സാധനം. ആ സവാളയുടെ ഒക്കെ രുചി വൃത്തിയുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.